തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് ആരംഭിക്കും. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകേണ്ടതാണെന്ന് കമ്മീഷൻ. അനുനയ നീക്കം ഫലം കണ്ടില്ല. മാളയിലടക്കം കൊടുങ്ങല്ലൂരിലെ ഇടത് വലത് മുന്നണികൾക്ക് തലവേദനയായി വിമതർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ഭക്ഷണശാലകളിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. ഭക്ഷണ സാധനങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും ആരോഗ്യവകുപ്പിന്റെ വിചിത്ര പരാമർശം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ ഡ്യൂട്ടിയിൽ നിയോഗിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ശരിപ്പകർപ്പ് സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകേണ്ടതാണെന്ന് കമ്മീഷൻ എല്ലാ വരണാധികാരികൾക്കും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് ആരംഭിക്കും. ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച് 3 ബാലറ്റുകളും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലേക്ക് ഓരോ ബാലറ്റുമാണ് നൽകേണ്ടത്. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകരുടെ തപാൽ വോട്ടിനുള്ള അപേക്ഷ കൃത്യമായി സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും വരണാധികാരികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർ പോസ്റ്റൽ ബാലറ്റിനായി ഫോം 15-ൽ ബന്ധപ്പെട്ട വരണാധികാരിക്ക് അപേക്ഷ നൽകണം. അപേക്ഷാ ഫോം വരണാധികാരിയുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും ലഭിക്കും. അപേക്ഷ വോട്ടെടുപ്പിന് 7 ദിവസം മുൻപോ അല്ലെങ്കിൽ വരണാധികാരിക്ക് അനുവദിക്കാവുന്ന കുറഞ്ഞ കാലാവധിക്ക് മുൻപോ ലഭിക്കത്തക്ക വിധം അയക്കുകയോ നേരിട്ട് നൽകുകയോ ചെയ്യാം. നേരിട്ട് നൽകുമ്പോൾ അപേക്ഷകൻ സ്വന്തം ഐഡന്റിറ്റി വരണാധികാരിയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് അതിൻ്റെ ഓരോ വരണാധികാരിക്കും പ്രത്യേകം അപേക്ഷകൾ നൽകണം. 3 അപേക്ഷകളും ഒരു കവറിലാക്കി നൽകിയാൽ മതി. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അപേക്ഷകൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ചാണ് പരിഗണിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് അയക്കുന്നത് ചുമതലപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്കാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ ഫോം 16-ലെ സത്യപ്രസ്താവന 3 വീതം, ഫോറം 17-ലെ സമ്മതിദായകർക്കുള്ള നിർദ്ദേശങ്ങൾ 1 വീതം, ഫോം 18-ലെ ചെറിയ കവറുകൾ 3 വീതം, ഫോം 19-ലെ വലിയ കവറുകൾ 3 വീതം എന്നിവ ഒന്നിച്ച് ഒരു വലിയ കവറിലാക്കി അപേക്ഷകന് നേരിട്ടോ സ്പീഡ് പോസ്റ്റായോ നൽകും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇവയെല്ലാം 1 വീതമാണ് നൽകുക. നേരിട്ട് കൈമാറുകയാണെങ്കിൽ അപേക്ഷകൻ സ്വന്തം ഐഡന്റിറ്റി വരണാധികാരിയെ ബോധ്യപ്പെടുത്തണം. മീഡിയ ടൈം, കൊച്ചി. അനുനയ നീക്കം ഫലം കണ്ടില്ല. മാളയിലടക്കം കൊടുങ്ങല്ലൂരിലെ ഇടത് വലത് മുന്നണികൾക്ക് തലവേദനയായി വിമതർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിനും CPM-നും തിരിച്ചടി നൽകാൻ ഉറച്ചാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്നിടുമ്പോൾ പലയിടത്തും വിമതർ മത്സര രംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് 3 മണി വരെയായിരുന്നു പിന്മാറ്റ സമയം. എന്നാൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി വിമതർ കൂടി കളത്തിലിറങ്ങുകയാണ്. ഇതോടെ മത്സര ചിത്രം വഴിമാറും. മാളയിൽ കോൺഗ്രസിനും CPM-നും വെല്ലുവിളിയുയർത്തി പ്രമുഖ നേതാക്കളാണ് മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുന്നത്. CPM-ലെ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന TP രവീന്ദ്രനാണ് തൻ്റെ വാർഡിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മത്സരരംഗത്തുള്ള പ്രമുഖൻ. CPM-നോട് ഇടഞ്ഞു മത്സരിക്കുന്ന പ്രാദേശിക നേതാക്കളും കുറവല്ല. കോൺഗ്രസിൽ വിമതരായി മുൻ മണ്ഡലം പ്രസിഡന്റ് വരെ ഉണ്ട്. സന്തോഷ് ആത്തപ്പള്ളി, ജോഷി പരേപ്പാടൻ എന്നിവർ വിമതരുടെ കുപ്പായം ധരിച്ചപ്പോൾ നിലവിലെ മണ്ഡലം പ്രസിഡന്റിനെതിരെ സ്വന്തം സഹോദരൻ തന്നെയാണ് വിമതനായി ഉറച്ചു നിൽക്കുന്നത്. പൊയ്യ, കുഴൂർ, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ എന്നിവിടങ്ങളിലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും മത്സരത്തിനുറച്ച വിമതർ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിക്കുമെന്ന് ഉറപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന അവസാന ലിസ്റ്റിലേക്കാണ് ഇനി മുന്നണികളുടെ ഉറ്റുനോക്കൽ. അതിരപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പഞ്ചായത്തിലെ 3-ാം വാർഡായ വൈശ്ശേരിയിൽ പത്രിക നൽകിയ പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രികയാണ് തള്ളിയത്. ഇതോടെ ഡമ്മി സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുരളി ചക്കന്തറയാണ് സ്ഥാനാർത്ഥിയായത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക തള്ളി. വൈശ്ശേരിയിൽ പത്രിക നൽകിയ പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രികയാണ് തള്ളിയത്. നിലവിൽ പോൾസൺ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ കരാറുകാരനാണെന്ന വിവരം പോൾസൺ പത്രികയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
സർക്കാർ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാർക്ക് മത്സരിക്കാൻ സാധിക്കില്ലെന്നാണ് ചട്ടം. ഇത് പ്രകാരമാണ് പത്രിക തള്ളിയത്. കോൺഗ്രസിലെ ഡമ്മി സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മുരളി ചക്കന്തറയാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയാണ് പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ പത്രിക തള്ളിയതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. സ്ഥാനാർത്ഥിയാണ് ശ്രീമാൻ KM പോൾസൺ. അതുകൊണ്ട് അതിനകത്ത് സൂക്ഷ്മ പരിശോധന നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഈ ശ്രീമാൻ പോൾസൺ നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നിലവിൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമാണ്. പക്ഷേ ഈ പത്രികക്കകത്ത് സ്വയം അയാൾ പൂരിപ്പിച്ചിട്ടുള്ളതല്ല, ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായി ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇയാളെ തള്ളിക്കളയുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ആ പത്രിക ആരോ പൂരിപ്പിച്ച് ബോധപൂർവ്വം ഇതിനകത്ത് പൂരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. സ്വയം ആ പത്രികകത്ത് തദ്ദേശ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ട് എന്ന് ആ പത്രികക്കകത്ത് അയാൾ തന്നെ രേഖപ്പെടുത്തിയതായിട്ടാണ് ആ പത്രിക കാണുന്നത്. സ്വമേധയാ അത്തരം ഒരു പത്രിക ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു പത്രികയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളാണ് പത്രിക അവതരിപ്പിച്ചത്. തെരുവുനായ ശല്യത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കുമെന്നും സാംക്രമിക രോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് VD സതീശൻ വ്യക്തമാക്കി. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി, വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും. നമുക്കറിയാം, ഇന്ന് മയക്കുമരുന്നിന്റെ തടവറയിലാണ് കേരളം. അവിടെ നിന്ന് ഈ കേരളത്തെ, യുവത്വത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, അതിന് കായിക വികസനവും യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തു കൊടുക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി, തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ തെരുവ് വിളക്ക് സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും. പിന്നെയുള്ളൊരു നല്ല പദ്ധതി, വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റ്, എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങും. എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിതമായ വികസന ഫണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആശ്രയ 2 നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും. യുവജനങ്ങളെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. എല്ലാവർക്കും വീട് ഉറപ്പാക്കും. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പ്രദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും. എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. ഭക്ഷണശാലകളിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന വിവരം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ ഇത് പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ വിചിത്ര പരാമർശം വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. പരിശോധനകളും നടപടികളും കർശനമാക്കുന്നതിനായി ഒക്ടോബർ 23-ന് പുറത്തിറക്കിയ ഉത്തരവിനാണ് ആരോഗ്യവകുപ്പിന്റെ വിചിത്ര പരാമർശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പഴയതും മോശമായതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്താലും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നില്ല. നടപടികളെല്ലാം രഹസ്യ സ്വഭാവത്തോടെയാണ്. ഇതിൽ വകുപ്പിൽ തന്നെയുള്ള ഒരു വിഭാഗം ജീവനക്കാർക്ക് എതിർപ്പുണ്ട്. മോശം ഭക്ഷണം വിതരണം ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇങ്ങനെ നടപടിയെടുത്ത കാര്യം വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് അകാരണമാകുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് കൊണ്ടാണ് നിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നതെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവിലെ പരാമർശത്തിന്റെ ബലത്തിൽ ഭക്ഷണശാലകളുടെ ഉടമകൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി നടപടി ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഉത്തരവിൽ വ്യക്തത വരുത്തി ഈ പരാമർശം ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, കൊച്ചി.
ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള അഷ്ടമിച്ചിറയിലെ ചാലക്കുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ബസ് സ്റ്റോപ്പ് അജ്ഞാത വാഹനം ഇടിച്ച് തകർന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയതായി നാട്ടുകാർ പറയുന്നു. വഴുകരയിലെ ബസ് സ്റ്റോപ്പ് 21-ാം തീയതി രാത്രിയിൽ ഒരു വാഹനം, ലോറിയോ മറ്റോ വലിയൊരു വാഹനം വന്ന് ഇടിച്ച് തകർക്കുകയും വെള്ളിയാഴ്ച അതിനുശേഷം ശനിയാഴ്ചയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇതിൽ പോകുമ്പോൾ ഇത് കാണുന്നത്. നാട്ടുകാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടുത്തെ പ്രദേശവാസികൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിർമ്മിച്ചൊരു ബസ് സ്റ്റോപ്പ് തകർന്നു കിടക്കുന്ന അവസ്ഥ ഡിവൈഎഫ്ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാള പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഡിവൈഎഫ്ഐയുടെ അഷ്ടമിച്ചിറ മേഖല കമ്മിറ്റി പരാതി നൽകുകയും ആ പരാതി ഡിവൈഎഫ്ഐ നൽകുകയും ആ പരാതി മാള പോലീസ് സ്വീകരിക്കുകയും തുടർ നടപടി എന്തായാലും സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും അതിൻ്റെ പിന്നാലെ തന്നെ നാളെയും ഈ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഉപയോഗകരമാകുന്ന രീതിയിൽ ഈ ബസ് സ്റ്റോപ്പിനെ പുതുക്കി പണിയുക എന്ന വലിയ ദൗത്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് താൽക്കാലികമായി പുതുക്കി പണിതു. ഡിവൈഎഫ്ഐ അഷ്ടമിച്ചിറ മേഖലാ സെക്രട്ടറി MS അക്ഷയ്, പ്രസിഡന്റ് VS ശരത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റോപ്പിന്റെ താൽക്കാലിക പുനർനിർമ്മാണം നടത്തിയത്. വരാക്കര കാളക്കല്ല് പുളിഞ്ചോട് മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ചുക്കത്ത് ഗോപാലനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ ബിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. തൃശൂർ കുറ്റൂർ പോട്ടൂർ സ്വദേശി തോട്ടുവറ വീട്ടിൽ 27 വയസ്സുള്ള ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ എട്ടുമന സ്വദേശി പുലാക്കൽ വീട്ടിൽ മുഹമ്മദ് അലിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത്. എതിർദിശയിൽ നിന്നും വാഹനങ്ങളിൽ വന്ന ഇരുവരും വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO ഷാജൻ MS, GSI ഷാജു, GASമാരായ ജോയ് തോമസ്, ആരിഫ്, CPOമാരായ സുൽഫിക്കർ, പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ MG ബാബുവിന്റെ കഥാസമാഹാരമായ പശ്ചിമഘട്ടം പ്രകാശനം ചെയ്തു. കവിയും നോവലിസ്റ്റുമായ വിജി തമ്പി കവി PB ഹൃഷികേശന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. വത്സരൻ വാതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CC ബാബു, B പാർവതി, KV അനിൽകുമാർ, സുരേഷ് മുട്ടത്തി എന്നിവർ സംസാരിച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് നവംബർ 27-ന് കൊടികയറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സെക്രട്ടറി മറ്റ് ഭാരവാഹികൾ നമ്മുടെ ഉത്സവം അത് എല്ലാ വർഷവും നടത്തുന്നത് തന്നെയാണ്. ഈ വർഷവും അതുപോലെ തന്നെ നടത്തുന്നു. പക്ഷേ കുറച്ചുകൂടി ക്ഷേമമായിട്ട് നടത്തുന്നുണ്ട് പൊതുവായി എന്ന് പറയാം. കൂടാതെ അമ്പലത്തിൽ പ്രധാനമായിട്ട് പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ ധാരാളം നടന്നിട്ടുണ്ട്. കല്ലുവിരിക്കൽ അതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് വീണ്ടും ഒരു അഷ്ടബന്ധ കലശം നടത്തേണ്ടതുണ്ട്. ഈ അമ്പലം എന്ന് പറയുന്നത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണ്. ചരിത്രം ശരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ടുള്ളതിനേക്കാൾ മുമ്പ് തന്നെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ ലിഖിതമായ കാര്യങ്ങളില്ല, ചരിത്രം. ഡിസംബർ 1-ന് ഏകാദശി, 3-ന് പള്ളിവേട്ട, 4-ന് ആറാട്ട്, കാർത്തിക ദീപക്കാഴ്ച, 5-ന് അയ്യപ്പന് വിളക്ക് എന്നിങ്ങനെയാണ് പ്രധാന ആഘോഷ പരിപാടികൾ. ഏകാദശി ദിനത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന മേളം, 15 ആനകളെ അണിനിരത്തി വർണ്ണശബളമായ കുടമാറ്റം എന്നിവ നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ചുറ്റുവിളക്ക്, മുഴുക്കാപ്പ്, അന്നദാനം, വിവിധ ക്ഷേത്രകലകൾ എന്നിവ നടക്കും. T ഉണ്ണികൃഷ്ണ മേനോൻ, MG ഗംഗാദേവി, VP പ്രഹ്ലാദൻ, MA ഗോവിന്ദൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഇത്തവണ ആദ്യമായിട്ട് ഉത്സവം കൊടിയേറുന്നതിന് മുൻപായിട്ട് മഹാനാരായണീയ യജ്ഞം നടത്തുന്നുണ്ട്. 500-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന യജ്ഞമാണ്. അതിനുശേഷമാണ് നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് മുരുകതുലി 2025-ന്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ ആദ്യമായിട്ട് മുരുകതുലി സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായിട്ട് 500-ലധികം, ഇപ്പോൾ ഏകദേശം 600-700ഓളം കലാകാരികൾ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന, വഴിപാടായി സമർപ്പിക്കുന്ന ഒന്നാണ് മുരുകതുലി. ഒരു പ്രതിഫല നിശ്ചയമില്ലാതെ
അതുകൂടാതെ നമ്മൾ ക്ഷേത്രകലകളായ സോപാന സംഗീതം, അതുപോലെ നാടകം, ഓട്ടംതുള്ളൽ, കഥകളി, തിരുവാതിരക്കളി എല്ലാം ഉണ്ട്. കണ്ടിന്യൂസ് പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. രാവിലെ തുടങ്ങി കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ കർക്കശമായ നിലപാടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചലച്ചിത്രകാരൻ PT കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു. കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ അഴീക്കോട്ടെ സാഹിബിന്റെ ജന്മഗൃഹത്തിൽ സംഘടിപ്പിച്ച സാഹിബിന്റെ 80ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ KK മുഹമ്മദ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. NCC കേഡറ്റ് അംന ഫാത്തിമ എംബ്രോയിഡറിയിൽ തീർത്ത സാഹിബിന്റെ ചിത്രത്തിന്റെ പ്രകാശനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, പ്രൊഫസർ MN കാരശ്ശേരി, EK സോമൻ, അബ്ദുൾ വാഹിദ്, സജാർ സഹീർ, ഇബ്രാഹിം കുട്ടി, KK സക്കീർ, KG ശ്രീനിവാസൻ ശാന്തി, KK ആസാദ് എന്നിവർ സംസാരിച്ചു. എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയുടെ 99ാം വാർഷികാഘോഷവും അനുസ്മരണ സമ്മേളനവും നടന്നു. കയ്പമംഗലം MLA ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. VS അനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ KEN കുഞ്ഞു മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹസ്ഫൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം PS സാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഇപ്പോൾ കുന്നുകര ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. വടക്കൻ പറവൂരിനും നെടുമ്പാശ്ശേരിക്കും മധ്യേയാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രദേശം നിലകൊള്ളുന്നത്. കുന്നുകരയിലെ വലുതും ചെറുതുമായ കഥകളാണ് ഇന്ന് എൻ്റെ പഞ്ചായത്തിൽ. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് കുന്നുകര. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ താലൂക്കിൽ പാറക്കടവ് ബ്ലോക്കിൽ കുന്നുകര, പുത്തൻവേലിക്കര, കരുമാലൂർ എന്നീ വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്താണ് 21.25 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കുന്നുകര ഗ്രാമപഞ്ചായത്ത്. തെക്ക് കരുമാലൂർ പഞ്ചായത്തും വടക്ക് പുത്തൻവേലിക്കര, പാറക്കടവ് പഞ്ചായത്തുകളും കിഴക്ക് പാറക്കടവ്, നെടുമ്പാശ്ശേരി പഞ്ചായത്തുകളും പടിഞ്ഞാറ് പുത്തൻവേലിക്കര, കരുമാലൂർ പഞ്ചായത്തുകളുമായി കുന്നുകര അതിർത്തികൾ പങ്കിടുന്നു. കുത്തിയതോട്, നോർത്താറ്റുപുറം, അയിരൂർ, വടക്കേഅടുവാശ്ശേരി, മാലായിക്കുന്ന്, സൗത്ത് അടുവാശ്ശേരി, കുറ്റിപ്പുഴ, കുന്നുകര സൗത്ത്, കുന്നുകര ഈസ്റ്റ്, കുന്നുകര വെസ്റ്റ്, വയൽക്കര ഈസ്റ്റ്, വയൽക്കര വെസ്റ്റ്, ചെറിയ തേയ്ക്കാനം, ചാലാക്ക, കുത്തിയതോട് സൗത്ത് എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന കുന്നുകര പഞ്ചായത്ത് ഒരു സമ്പൂർണ്ണ കാർഷിക ഗ്രാമമാണ്. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഇടത്തരം ജനവിഭാഗമാണ് കുന്നുകരയുടെ ആത്മനാടി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കുന്നുകര ഇക്കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. ലൈഫ് പദ്ധതിയിൽ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചുവെന്ന് ഭരണപക്ഷം പറയുന്നു. ഞങ്ങൾ ഈ ഭരണസമിതി കയറിയിട്ട് ഇപ്പോൾ 4 വർഷം പിന്നിട്ട് 5ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ പദ്ധതികളാണ് കുന്നുകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പരിപൂർണ വിജയത്തിലെത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്കിവിടെ ഞങ്ങൾ ഈ ഭരണസമിതി കയറുമ്പോൾ 590ഓളം ലൈഫ് ഭവന പദ്ധതിയിൽ വീടില്ലാത്ത കുടുംബങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ ഒരു സ്ഥലം കഴിഞ്ഞ ഭരണസമിതി ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങളും പദ്ധതിയിൽ പ്ലാൻ ഫണ്ടും അതുപോലെ പദ്ധതി ജില്ലാ ബ്ലോക്ക് പദ്ധതികളിലെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം ഒരു 50 പേർക്ക് വീടും സ്ഥലവും കൂടി കൊടുക്കാനുള്ള 3 സെൻറ്റ് സ്ഥലം വെച്ച് ഒരാൾക്ക് സ്ഥലവും 5.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും പണിത് കൊടുക്കാനുള്ള ഒരു പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു. അത് ഞങ്ങളുടെ 15ാം വാർഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതി നല്ല രീതിയിൽ തന്നെ ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്ന പദ്ധതിയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം 250ഓളം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചു. അതും നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഹെഡ്കോൻ്റെ വായ്പയും കൂടി എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നല്ല രീതിയിൽ ഇത്രയും ആളുകളിലേക്ക് ഈ വീട് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇപ്പോഴും കൃഷി വരുമാനമായതിനാൽ കർഷകർക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചു.
വിത്ത്, കൂലി എന്നിവയ്ക്കായി ആ തുക ഫണ്ടിനത്തിൽ നൽകി. വനിതാ വികസനത്തിനായി ക്ഷേമ പദ്ധതികൾ പ്രത്യേകമൊരുക്കി. 100% പദ്ധതി വിഹിതം ചിലവഴിച്ച പഞ്ചായത്താണ് കുന്നുകരയെന്നും നികുതി പിരിവും 100% നടത്തിയെന്നും ഭരണപക്ഷം അവകാശപ്പെട്ടു. നെൽകൃഷിയും അതുപോലെ വാഴ കൃഷിയാണ് കുന്നുകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു ഉപജീവന മാർഗം തന്നെ കൃഷിയാണ്. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു കാലത്ത് കുന്നുകര എറണാകുളത്തിൻ്റെ നെല്ലറയായി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് കൃഷിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കൃഷി ഒരു വരുമാന മാർഗമായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പദ്ധതിയിൽ നല്ലൊരു തുക എല്ലാ വർഷവും ഞങ്ങൾ ചെലവഴിക്കുന്നത്. പശ്ചാത്തല സേവന മേഖലയിലും അതുപോലെ ഉൽപ്പാദന മേഖലയിലുള്ള പദ്ധതികൾ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പം നെൽകൃഷി ഇവിടെ 6 പാടശേഖരങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഈ എല്ലാ പാടശേഖരങ്ങളിലും ആദ്യത്തെ നമ്മുടെ കാലാവസ്ഥ നമുക്ക് ഏറ്റവും വെള്ളക്കെട്ട് കൂടുതലുള്ള പ്രദേശമാണ്. കാരണം ചാലക്കുടി പുഴക്കും പെരിയാറിൻ്റെ നടുക്കാണ് കുന്നുകര പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു മഴ പെയ്താൽ നമുക്ക് വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ പൂപ്പാണ് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ തന്നെ അവർക്കുള്ള വിത്തിനുള്ള പൈസയും അതുപോലെ കൂലിച്ചെലവ് ഇതെല്ലാം പഞ്ചായത്ത് സംയുക്തമായിട്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി പോകുന്നതിനൊരു വലിയ തുക പദ്ധതിയുടെ വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് നമ്മൾ ഉൽപ്പാദന മേഖലയിൽ കൃഷിക്കാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും ഇപ്പം നമുക്കറിയാം വനിതാ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ വനിതകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടുകൾ പല വിധത്തിലും നമ്മൾ കൃഷിയിലും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷമായിട്ട് നമുക്ക് വനിതകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടുകൾ വനിതകളുടെ വികസനത്തിന് മാത്രം ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ ചെലവഴിക്കും? പദ്ധതി 100% ഞങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഈ 4 വർഷവും ഞങ്ങൾ 100% ചെലവഴിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊരു നേട്ടമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് അനുയോജ്യമായ പദ്ധതികൾ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി 100% എത്താൻ സാധിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ എറണാകുളം ജില്ലയിലെ സ്വരാജ് ട്രോഫി 1ാം സ്ഥാനം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അപ്പം അന്നും ഞങ്ങൾ 100% പദ്ധതി വിഹിതം ചെലവഴിക്കാനും അതുപോലെ എല്ലാ സാമ്പത്തിക വർഷവും 100% നികുതി പിരിവ് പഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ്സ് നമുക്കാകെ വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് വരുമാനമുള്ള പഞ്ചായത്തല്ല എങ്കിലും ഉള്ള വരുമാനം നമ്മൾ കൃത്യമായിട്ട് വർഷത്തിൽ പിരിച്ചെടുക്കാനും നികുതി 100% എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മുതൽക്കൂട്ടാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അംഗനവാടി കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി പദ്ധതി ഒരുക്കി. കുടിവെള്ള ദൗർലഭ്യമുള്ളതിനാൽ MLA ഇടപെട്ട് വലിയ കുടിവെള്ള ടാങ്ക് പണിയാനുള്ള ഫണ്ട് സമാഹരണത്തിന് ശ്രമിക്കുന്നുവെന്നും മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടപ്പാക്കിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. അത് പിന്നെ ഇതായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പദ്ധതികളിൽ നമ്മൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ക്ഷേമ പെൻഷനുകൾ ഒരു മുടക്കം കൂടാതെ നമ്മൾക്ക് അപേക്ഷ കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ തീർപ്പുമായി ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് ക്ഷേമകാര്യ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഏത് അപേക്ഷകർ വെച്ചാലും അത്രയും താമസമില്ലാതെ നമ്മളിവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ക്ഷേമ പെൻഷനുകളൊക്കെ പാസ്സാക്കുകയും അതുപോലെ പഞ്ചായത്തിലെ 22 അംഗൻവാടികളാണ് നമുക്കുള്ളത്. ആ 22 അംഗൻവാടികളിലെ പോഷകാഹാരം വിതരണത്തിനുള്ള ഫണ്ട് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ വർഷവും വകയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പും ഒരു അംഗനവാടികളിലും ഒരു മോശം പറയാത്ത രീതിയിലുള്ള, പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു 7 അംഗൻവാടിക്കും കൂടി 6 അംഗൻവാടിക്കും കൂടി സ്ഥലം കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ള അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ട് നിലവിൽ. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം എന്ന് പറയാൻ വയോജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇനിയൊരു കാലഘട്ടത്തിലേക്ക് 25%-ലധികം വയോജനങ്ങളാണ് നമുക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണസമിതിയെന്നും ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മളുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി വയോജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു പൈസ പോലും ലാപ്സാക്കാത്ത രീതിയിൽ അവർക്ക് ആദ്യമൊക്കെ നമ്മൾ ഉപകരണങ്ങളും അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുൻകാലങ്ങളിൽ നമുക്ക് DPCയുടെ അംഗീകാരം മറ്റുള്ള പദ്ധതികൾക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു പോന്നിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ അവരുടെ വിനോദയാത്രയും അതുപോലെ അവരുടെ ഒരു സംഗമം എല്ലാ വയോജനങ്ങളെയും നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ഒരു 7000-ഓളം വയോജനങ്ങളാണ് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വയോജന പഞ്ചായത്തായിട്ടും കൂടി നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നു വെച്ചാൽ നമ്മുടെ വയോജനങ്ങളുടെ ഉള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഏകദേശം 19 പഞ്ചായത്തുകളെയാണ് വയോജന
കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതിലോട്ട് പെടുത്തിയേക്കണം. അപ്പോൾ അതിലും നമ്മൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വയോജനങ്ങളുടെ എല്ലാ പദ്ധതികളും സമയബന്ധിതമായവർക്ക് മരുന്നുകൾ, ആയുർവേദത്തിലൊക്കെ നമ്മൾ പ്രത്യേകം വയോജനങ്ങൾക്ക് വേണ്ടി എല്ലാ സാമ്പത്തിക വർഷവും 3 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അവർക്കുള്ള മരുന്നുകൾക്ക് അലോപ്പതിയിലും 3 ലക്ഷം രൂപ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതിലുപരി നമുക്കൊരു വയോജനങ്ങളെ സംരക്ഷിക്കണം എന്ന രീതിയിലൊരു പകൽ വീട്, അതായത് സായംപ്രഭ ഹോം കുന്നുകര പഞ്ചായത്തിൽ 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ആറ്റുപുറത്ത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ അവിടെ ഒരു കെയർടേക്കർ ഉണ്ട്. 14,000 രൂപയാണ് അവർക്ക് ശമ്പളം മാസം കൊടുക്കുന്നത്. അത് സാമൂഹ്യ നീതി വകുപ്പ് 7,000 രൂപയും പഞ്ചായത്ത് 7,000 രൂപയും വെച്ച് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ആ കെയർടേക്കറുടെ സംരക്ഷണത്തിൽ രാവിലെ 9:30 അവിടെ ആളുകൾ എത്തും. അവർക്ക് ചായയും സ്നാക്സും അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് ചായയും സ്നാക്സും ഒക്കെ കൊടുത്ത് അവരെ 4 മണിയോടുകൂടി അവർ തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന ഒരു ഏകദേശം 10-35 ആളുകൾ സ്ഥിരമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റ് ലൈറ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ AMC വെച്ച് എല്ലാ വർഷവും ടെൻഡർ കൊടുത്ത് അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒരാളും മോശം പറയാത്ത രീതിയിൽ തന്നെ സീറ്റ് ലൈറ്റും അതുപോലെ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു പഞ്ചായത്തും കൂടിയാണ്. ഇത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം, ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യമായ കുടിവെള്ളമാണ് നമുക്ക് എത്തിക്കാൻ സമയബന്ധിതമായി കുന്നുകരയെ സംബന്ധിച്ച്. മഴ വന്ന വെള്ളം പെട്ടെന്ന് മലവെള്ളം കയറുന്ന പ്രദേശമാണ്, പക്ഷേ വേനലായ കുടിവെള്ളം കിട്ടാനും ബുദ്ധിമുട്ടുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അതിന് പഞ്ചായത്ത് ഒരു ഏകദേശം 12 ലക്ഷത്തിനിടക്ക് രൂപ ഓൺ ഫണ്ട് ഇട്ട് കുടിവെള്ളം ടാങ്കറിൽ എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം നിലവിലുള്ള ടാങ്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം എത്തണില്ല. ചെറിയ ടാങ്കാണ്, പണ്ട് പണിതിട്ടുള്ള ടാങ്ക് ആയതുകൊണ്ട്, ചെറിയ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് എത്തണില്ല. നമ്മുടെ മുൻ MLA ഇരുന്ന സമയത്ത് നമുക്കൊരു ടാങ്കിനുള്ള പെർമിഷനൊക്കെ എല്ലാനായി വന്നപ്പോഴാണ് ആ MLA മാറി പുതിയ MLA വന്ന്. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ കുറച്ചും കൂടി വികസന കാഴ്ചപ്പാടോടുകൂടി വലിയ, അതായത് 9 mm ടാങ്കാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. അത് 20ലേക്ക് മാറ്റിയപ്പോൾ ആ ഒരു കാലതാമസവും അതുപോലെ ഫണ്ടിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഈ ടാങ്ക് പണി ഒരു അനിശ്ചിതത്തിലേക്ക് നീണ്ടുപോയി. അത് കുന്നുകരക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷമമാണ്. കാരണം എന്നും ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കുറേ വാർഡുകൾ, ഏകദേശം 5ഓളം വാർഡുകളിൽ എന്നും നമുക്ക് കുടിവെള്ളം അടിച്ചു കൊടുക്കേണ്ട ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. എന്നാൽ പ്രതിപക്ഷം ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുന്നു. കാര്യമായ പദ്ധതികൾ കുന്നുകരയിൽ ഉണ്ടായില്ല. മാലിന്യ സംസ്കരണം ഹരിതകർമ്മസേന നന്നായി നടത്തുന്നു. ലൈഫിൻ്റെ വീടുകളിൽ പൂർണ്ണതയില്ല. നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതിയുണ്ടെന്നും പ്രതിപക്ഷ അംഗം പറഞ്ഞു. പിന്നെ കുന്നുകര ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് പറയാൻ കാർഷിക മേഖലയാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. കൃഷിയാണ് മുഖ്യ തൊഴിലായിട്ടുള്ളത്. പിന്നെ വികസനം എന്ന് പറയാൻ കാര്യമായിട്ട് നമ്മുടെ കുന്നുകര ഗ്രാമപഞ്ചായത്ത് നടന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടർ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ആയാലും തൊഴിലുറപ്പായാലും മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഹരിതകർമ്മസേനയായിട്ടും ഹരിതകർമ്മസേനയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കുന്നുകര ഗ്രാമപഞ്ചായത്തിലുണ്ട്, നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഒരു നല്ല പദ്ധതിയായിരുന്നു മാലിന്യ സംസ്കരണത്തിൽ ക്ലീൻ കേരള എന്നുള്ള പദ്ധതി വന്നിട്ട് മാർച്ച് 30-ന് എല്ലാ പഞ്ചായത്തുകളും ക്ലീൻ കേരളയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തും കുന്നന്താട് പഞ്ചായത്തുമാണ് പ്രഖ്യാപിക്കാതിരുന്നിട്ടുള്ളത്. 2 പഞ്ചായത്തും നമ്മുടെ സർക്കാരിനോട് നല്ല മനോഭാവത്തിലല്ല ആ കാര്യം ചെയ്തത്. പിന്നെ പറയാനുള്ളത്, തനതായിട്ടൊരു വരുമാനം കണ്ടെത്താൻ ഉള്ളൊരു പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സാധാരണ നമുക്കിടെ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വരുമാനം ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഈ 3 ടൈമായിട്ട് കോൺഗ്രസ്സാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. 3 ടൈമായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനു മുന്നേ LDFൻ്റെ ഭരിച്ചിരുന്നപ്പോഴാണ് അവിടെയുള്ള വ്യവസായ സമുച്ചയങ്ങൾ, കടമുറികൾ പണിത് അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ആ ഒരു വരുമാനം മാത്രമേ, പിന്നെ കെട്ടിട നികുതിയും, അത് മാത്രമേ കുന്നുകര ഗ്രാമപഞ്ചായത്തിന് തനത് വരുമാനം എന്ന് പറയാനുള്ളത്. പിന്നെ കുറച്ചൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കുറച്ച് തൊഴിൽ നികുതി കിട്ടുന്നുണ്ട്. അതാണ് വരുമാനം ആയിട്ട് പറയാനുള്ളത്.
വഴി ജലജീവനുമായിട്ട് ബന്ധപ്പെട്ട് വഴിയുടെ കാര്യത്തിൽ വഴി വളരെ ശോചനീയാവസ്ഥയാണ്. ജലജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ് വഴികൾ മുഴുവനും ഇങ്ങനെ കുത്തിപ്പൊളിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് കിട്ടി. നമുക്ക് 18 കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എഗ്രിമെൻ്റ് വെച്ച കരാറുകാരൻ പകുതിക്ക് വെച്ച് അയാൾക്ക് 1 കോടി രൂപ കുന്നുകരയും കരിമാരൂർ കൂടിയാണ് അയാൾ ടെൻഡർ എടുത്തിരുന്നത്. പക്ഷേ അയാൾ 1 കോടി ചില്ലറ രൂപ ഇവിടെ നമ്മുടെ 2 പഞ്ചായത്തിലായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അത് കിട്ടാതെ ഇനി തുടങ്ങില്ല എന്നുള്ള രീതിയിൽ അയാളത് ഉപേക്ഷിച്ച് പോയിരിക്കുന്നൊരു രീതിയാണ് കാണുന്നത്. അപ്പോൾ ആ എടുത്ത രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി പൂർത്തീകരിച്ചേനെ. പക്ഷേ അത് പൈസ ഇനി എൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ കിട്ടാത്ത രീതിയിൽ പുള്ളിക്കാരൻ അത് ഉപേക്ഷിച്ചിട്ടുമില്ല, എന്നാൽ പണിയിട്ട് പൂർത്തീകരിക്കണമില്ല. ആ രീതിയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കാണ്. പിന്നെ കരാറുകാരൻ കുന്നുകര ഗ്രാമപഞ്ചായത്ത് 2 ടൈമായിട്ട് കരാറുകാർ പഞ്ചായത്തായിട്ട് വലിയ സഹകരണമില്ല. ടെൻഡർ വെച്ച് അവർ എടുക്കണമെന്നില്ല. ഈ പ്രാവശ്യം എടുത്ത ടെൻഡർ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ടൊക്കെ എടുത്ത് അവർ സ്പിൽ ഓവറായിട്ടാണ് ഇപ്പോൾ 2 ടൈമായിട്ടും അത് സ്പിൽ ഓവറായിട്ടാണ് വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതാത് വർഷം കിട്ടുന്ന പദ്ധതിയുടെ വിഹിതം കുറവാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പദ്ധതി വിഹിതത്തിൻ്റെ 20% നമുക്ക് ഈ പ്രാവശ്യം കിട്ടുള്ളൂ. ആ 20% ഈ സ്പിൽ ഓവർ കയറി വന്നപ്പോൾ അത് നമുക്ക് തീരെ ചുരുങ്ങിപ്പോയേക്കണം. ഇപ്പോൾ എൻ്റെ വാർഡിലൊക്കെ 10 ലക്ഷം രൂപയുടെ ഒരു റോഡ് വെച്ചിട്ട് ഈ വർഷം അത് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫണ്ട് കൂടി നമുക്ക് ഈ വർഷത്തിൽ കുറയാണ്. അപ്പോൾ അങ്ങനെ 2 ടൈമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പോരായ്മ വന്നിട്ടുണ്ട്. റോഡിൻ്റെ കാര്യത്തിൽ അതാണ് നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കരാറുകാരുടെ ഭാഗത്തുനിന്നും. പിന്നെ ഇവിടെ നമ്മൾ വച്ചിട്ട് അവരുടെ ടാറിങ് അവർക്ക് നഷ്ടമാണെന്നുള്ള രീതിയിലാണ് ടൈലെടുക്കുന്നുണ്ട്. ടാറിങ്ങിൻ്റെ റോഡുകളൊന്നും അവർ തന്നെ കരാറുകാർ എടുക്കാത്തൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ക്ലീൻ കേരള ഹരിതകർമ്മസേന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുന്നുകരയിൽ നല്ല സപ്പോർട്ടുണ്ട്. പഞ്ചായത്തും സെക്രട്ടറിയൊക്കെ നല്ല സപ്പോർട്ടോടുകൂടിയാണ് ഹരിതകർമ്മസേന ക്ലീൻ കേരളയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോകുന്നത്. അതിനകത്ത് ഇത്തിരി ഉള്ളത് കുറച്ച് വാർഡുകൾ മാത്രമേ ഇത്തിരി താഴേക്ക് പോയിട്ടുള്ളൂ. അതിനകത്ത് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ 100% ആക്കണമെന്ന് സർക്കാരിൻ്റെ കർശന നിർബന്ധം വരുന്നു. എല്ലാ വാർഡുകളും 100% ആക്കി നല്ല രീതിയിൽ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള രീതിയിലാണ് സർക്കാർ കർശനമായിട്ട് അതിന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വാർഡുകൾ ഇപ്പോഴും തീരെ പുറകിൽ തന്നെയാണ്. ജനങ്ങൾ സഹകരിക്കണില്ല എന്നുള്ളൊരു രീതിയാണ് കണ്ടുവരുന്നത്. പിന്നെ ഉണ്ടായൊരു കാര്യമാണ് കഴിഞ്ഞ മാർച്ച് 30-ന് പഞ്ചായത്ത് ക്ലീൻ പഞ്ചായത്തായിട്ട് കുന്നുകര ഗ്രാമപഞ്ചായത്ത് ക്ലീൻ പഞ്ചായത്തായിട്ട് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചില്ല. അത് പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം മാലിന്യം മുക്തമായിട്ടില്ല എന്നുള്ളൊരു പന്നി ഫാമുണ്ട്. അത് മാലിന്യമുക്തമല്ല, പഞ്ചായത്തെല്ലാനും കറക്റ്റ് മാലിന്യമുക്തമായെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് അവർ പ്രഖ്യാപിച്ചില്ല. നമ്മുടെ കുന്നുകര ഗ്രാമപഞ്ചായത്തും കുന്നത്തുനാടുമാണ് നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കാത്ത 2 പഞ്ചായത്തുകളുള്ളത്. റോഡുകൾ പണിയുന്നതിൽ മെല്ലെപ്പൊക്ക് നടത്തിയ പഞ്ചായത്താണ് കുന്നുകരയിൽ ഉണ്ടായിരുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെള്ളം, വെളിച്ചം, റോഡ്. ഇത് 3ഉം ഉണ്ടായ ഒരു പരിധി വരെ ഒരു പഞ്ചായത്തിന് പിടിച്ചെടുക്കാൻ സാധിക്കും. അധികം വിമർശനമില്ലാതെ. വിമർശനം ഉണ്ടാവും എങ്കിലും ഒരു പരിധി വരെ ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്: വെള്ളം, വെളിച്ചം, റോഡ്. ഇത് വെളിച്ചം കുഴപ്പമില്ല, ലൈറ്റ് അത് നമ്മൾ കരാർ കൊടുക്കുന്നതാണ്. പഞ്ചായത്ത് ഒരു ടെൻഡർ വെച്ച് ഒരാൾക്ക് കരാർ കൊടുത്ത് 1 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് അവർക്ക് കൊടുക്കുകയാണ്. ഇത്ര രൂപ തുക വെച്ചിട്ട് അത് അവർ ആ വർഷം വരെ പൂർത്തീകരിക്കും. പക്ഷേ റോഡും വെള്ളവും പഞ്ചായത്ത് നേരിട്ട് നടപ്പിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്കതൊരു ഈ പ്രാവശ്യത്തെ ഭരണസമിതിയിൽ അതൊരു പോരായ്മ വന്നിട്ടുണ്ട്. മാലായിക്കുന്നിലൊരു ടാങ്ക് അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് മന്ത്രി പറഞ്ഞേക്കണതാണ്. അത് ടെൻഡർ എടുത്തിട്ട് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മിക്കവാറും അടുത്ത് തന്നെ തുടങ്ങുമായിരിക്കും. അധികം താമസിക്കാതെ തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ സാധാരണ നടന്നു പോണ രീതിക്ക് തന്നെയാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് 2 കൂട്ടരും ചേരൂലായിരുന്നു. അത് ഇതിനകത്ത് പറയണ്ട. ഇനിയിപ്പോൾ അത് CDSൻ്റെ ചെയർപേഴ്സണും പ്രസിഡന്റ് കൂടി ചേരില്ല. പ്രസിഡന്റ് പറയണേ CDSൻ്റെ ചെയർപേഴ്സൺ ആലോചിക്കണില്ല എന്ന്. CDSൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞാൽ ആലോചിക്കാൻ ചെന്നാൽ പുള്ളിക്കാരത്തി ഒച്ചെടുക്കുമെന്ന്. അപ്പോൾ നമുക്കതിനകത്ത് 2 കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ആളാണ്. നമുക്കിപ്പോൾ ഒരാളുടെ ഭാഗം പറഞ്ഞിട്ട് കാര്യമില്ല. അനുനിമിഷം വളരുന്ന എറണാകുളം ജില്ലയിലെ ഒരു പ്രദേശമാണ് കുന്നുകര. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തെക്കാൾ ഉപരി വികസനം പ്രത്യേക ചർച്ചയാകേണ്ടതുണ്ട്. അതിലേക്ക് കുന്നുകര ഏറുമോ എന്ന് കാത്തിരിക്കാം. യാത്ര തുടരുമ്പോൾ കഥകളും സംവാദങ്ങളും ഏറി വരികയാണ്. മറ്റൊരു പഞ്ചായത്തുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് ആരംഭിക്കും. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകേണ്ടതാണെന്ന് കമ്മീഷൻ. അനുനയ നീക്കം ഫലം കണ്ടില്ല. മാളയിലടക്കം കൊടുങ്ങല്ലൂരിലെ ഇടത് വലത് മുന്നണികൾക്ക് തലവേദനയായി വിമതർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ഭക്ഷണശാലകളിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. ഭക്ഷണ സാധനങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും ആരോഗ്യവകുപ്പിന്റെ വിചിത്ര പരാമർശം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.